അങ്ങനെ അതിസാഹസികമായി നമ്മൾ റോഡ് സെക്ഷൻ പൂർത്തിയാക്കി എച്ചിക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. പക്ഷെ അവർ നിങ്ങട്ടല്ല നമ്മ ഇന്ന് അങ്ങോട്ട് പോകണം ഗൈസ്. നമ്മ എന്തിനാ പേടിക്കണേ? നമുക്ക് നമ്മുടെ പേടകില്ലേ, സ്വന്തം പേടകം. കുറച്ച് നാളായി എടുക്കാത്തതുകൊണ്ടോ കാറ്റൊന്നും അങ്ങോട്ട് കയറുന്നില്ല, മസിൽ പിടിച്ച് നിൽക്കാവൻ. എന്നെക്കൊണ്ട് പറ്റണ പണിയല്ലാന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ആയുധം കൈമടക്കി അച്ഛനെ കൊടുത്തു. അച്ഛനും ഞാനും കൂടി മാറി മാറി സൈക്കിളിൻ്റെ ട്യൂബ് കുത്തി കുത്തി നോക്കി ഗൈസ്. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെയാണ് ഞങ്ങൾ അന്നത്തെ സത്യം മനസ്സിലാക്കിയത്. ഞങ്ങളുടെ ഒന്നും പ്രശ്നമല്ലത്, അതായത് ട്യൂബിൻ്റെ പ്രശ്നം, സോറി പമ്പിൻ്റെ പ്രശ്നമായിരുന്നു ഗൈസ്. ഞാൻ പണ്ടേ സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര സ്കിൽഡാണ് ഗൈസ്. പക്ഷേ ഞാൻ ഓടിക്കുമ്പോൾ എന്തോ ആ റോട്ടിൽ കൂടെ വലിയ വണ്ടികളൊന്നും പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ അപ്പം കണ്ണടിച്ചിരിക്കും, എന്തോ എനിക്കതിനെക്കൊണ്ട് താല്പര്യമില്ല. ഞാൻ ഈ പോകുമ്പോഴൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ എച്ചെടുക്കുമ്പോൾ ദൈവമേ W ആവോ Z ആവുമെന്നിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ എച്ചെടുത്ത പെറ്റ് പോലെ തന്നെയായി. പക്ഷെ അപ്പുറത്തുണ്ടായിരുന്ന മതിലിന് എന്തെങ്കിലും പറ്റിയോ എന്ന് എനിക്കൊരു സംശയമില്ല. ഞാനവിടെ നെഞ്ചത്തും കഴിച്ചിട്ട് ദൈവമേ അടുത്ത് ഞാനാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ നൈസായിട്ട് വന്ന് എൻ്റെ അപ്പുറത്തിരുന്നിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ കണ്ടിട്ടൊരു പ്രാവ് അവൻ തന്നെ. അവനൊക്കെ എന്ത് സുഖം.